Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ ഒരു കൺസംഷൻ, ഒരു ഡിമാൻഡ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു പ്രൈസ് ഓഫ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൺസ്യൂമർ സർപ്ലസിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പം ഇത്തരം ഡീറ്റെയിൽസ് മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാൻ പോകുന്നത്. അത്തരത്തില് നമ്മളുടെ കയ്യിലൊരു ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ പ്രൈസ് ഓഫ് ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൺസ്യൂമർ സർപ്ലസിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ക്വാണ്ടിറ്റീനെ, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ പ്രൈസ് നമുക്ക് ആദ്യമേ തന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ഒരു ഡിമാൻഡ് കർവിലെ ഒരു പർട്ടിക്കുലർ പോർഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഹാഫ് ആയിരിക്കും സർപ്ലസ്, കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളത്. സോ ഹാഫ് ഓഫ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നുള്ളതാണ് കൺസ്യൂമർ സർപ്ലസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 മൈനസ് പി നമുക്ക് ആദ്യമേ തന്നതാണ് 50 എന്നുള്ളതാണ് നമ്മുടെ പ്രൈസ്. സോ ക്വാണ്ടിറ്റി വരുന്നത് 50 ആണ്. പ്രൈസ് നേരത്തെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അതും 50 ആണ്. ഇതിന്റെ ഹാഫ് ആണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് വരിക. സോ ഹാഫ് ഇൻറ്റു 50 എന്നുള്ളത് 1250 എന്നുള്ളതാണ് എന്ത് ആൻസർ. അത് ഓപ്ഷൻ 1-ലാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. Let x1, x2 be chosen bundle when the prices are p1, p2, and let y1, y2 is some other bundle such that p1 x1 plus p2 x2 is greater than or equal to p1 y1 plus p2 y2. Then if consumer is choosing the most preferred bundle she can afford, we must have x1 x2 more than y1 y2 എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് if one bundle is chosen when another could have been chosen, we can say that the first bundle is revealed preferred to the second. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ കൺസ്യൂമർ ചോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് സ്റ്റേറ്റ്മെന്റ് 1-ലും 2-ലും തന്നിട്ടുള്ളത്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്ന് പറയുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ട്രൂ ആണ്, മറ്റേത് ഫാൾസ്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസ്, മറ്റേത് ട്രൂ ആണ് എന്ന തരത്തിലാണ് ഓപ്ഷൻസ് ഉള്ളത്. സോ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. കാരണം ഇവിടെ തന്ന രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത് രണ്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് രണ്ട് പ്രൈസിൽ നമുക്ക് തരുന്ന സമയത്ത് ഒരു ബണ്ടിൽ ഓഫ് പ്രോഡക്റ്റ് മറ്റു പ്രോഡക്റ്റിനെക്കാട്ടിലും നമുക്ക് വില കുറച്ച് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരേ പ്രൈസിൽ തന്നെ നമ്മൾ രണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രിഫേർഡ് ബണ്ടിലായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കൺസ്യൂമർ ചോയ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് എന്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നമ്മളുടെ റിവീൽഡ് പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇറ്റ് കറക്റ്റ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് വൺ ബണ്ടിൽ ഈസ് ചൂസൺ വെൻ അനദർ ബണ്ടിൽ കുഡ് ഹാവ് ബീൻ ചൂസൺ വെൻ ഫസ്റ്റ് ബണ്ടിൽ ഈസ് റിവീൽഡ് ടു ബി പ്രിഫേർഡ് ടു സെക്കൻഡ്. അഥവാ നമുക്ക് രണ്ട് ബണ്ടിൽ അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് ബണ്ടിലും എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് ഒരേ സമയം എടുക്കാമായിരുന്നിട്ട് പോലും അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ
പ്രിഫറൻസ്, നമ്മളുടെ റിവീൽഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ബണ്ടിൽ 1 ആണ്. മറ്റേ ബണ്ടിൽ 2നെ അപേക്ഷിച്ച് നോക്കി റിലേറ്റീവ്ലി രണ്ട് ബണ്ടിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് ഒന്ന് മാത്രം ചൂസ് ചെയ്താൽ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്ത ബണ്ടിലാണെന്ത് മറ്റേ ചൂസ് ചെയ്യാത്ത പോയ ബണ്ടിലിനെ അപേക്ഷിച്ചിട്ട് റിവീൽഡ് പ്രിഫറൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണെന്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണെന്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ചോയ്സ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഇനി ഒരു മാച്ചിങ് ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് അറിയാവുന്ന പല ഫിലിപ്സ് കർവ്, വെർട്ടിക്കൽ AS കർവ്, അതുപോലെ ഗോൾഡൻ റൂൾ ഓഫ് സേവിങ്സ്, റിക്കാരിയൻ ഈക്വലൻസ്, ഈ 4 കർവുകൾ അല്ലെങ്കിൽ ഈ നാല് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ, അത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. കൺസംഷൻ പെർ ക്യാപിറ്റ മാക്സിമം അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്നുള്ളത്, അതുപോലെ ഡെറ്റ് ഫിനാൻസിങ് ബൈ ബോണ്ട് ഇഷ്യൂ, നിയർലി പോസ്റ്റ്പോൺ ടാക്സ് ആക്ഷൻ, അതുപോലെ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, നോ ലോങ് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇതിലിപ്പം ഫിലിപ്സ് കർവ് മിക്ക ആളുകൾക്കും അറിയുന്നതാവാം. ഫിലിപ്സ് കർവിന്റെ ഒരു ഈക്വലന്റ് ആയിട്ട് വരുന്നതാണ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത്. സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലെ 1ഉം 3ഉം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ളത് ഓപ്ഷൻ 2ഉം 4ഉം ആണ്. ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ 2 ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 എങ്ങനെയാണ് കറക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഫിലിപ്സ് കർവ് നേരത്തെ പറഞ്ഞ പോലെ അത് സൂചിപ്പിക്കുന്നത് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. അതുപോലെ വെർട്ടിക്കൽ AS കർവ് അത് സൂചിപ്പിക്കുന്നത് നോ ലോങ് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് വെർട്ടിക്കൽ AS കർവ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗോൾഡൻ റൂൾ ഓഫ് സേവിങ്സ് എന്നുള്ളത് കൺസംഷൻ പെർ ക്യാപിറ്റ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആണെന്ത് ഗോൾഡൻ റൂൾ ഓഫ് സേവിങ്സ് ആയിട്ട് പറയപ്പെടുന്നത്. അതുപോലെ റിക്കാരിയൻ ഈക്വലൻസ് എന്ന് പറയുന്നത് ഡെറ്റ് ഫിനാൻസിങ് ബൈ ബോണ്ട് ഇഷ്യൂ മിയർലി പോസ്റ്റ്പോൺ ടാക്സ് ആക്ഷൻ എന്നുള്ളതാണ് റിക്കാരിയൻ ഈക്വലൻസ് ആയിട്ട് പറയപ്പെടുന്നത്. സോ ഇതെല്ലാം മാച്ച് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2ലാണ്. A3, B4, C1, D2. അടുത്തൊരു ക്വസ്റ്റ്യന് നമുക്ക് ഗോസ് മാർക്കോ തിയറം അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടീസിനെ, ഒരു OLSന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സംസാരിക്കുന്ന ഗോസ് മാർക്കോ തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അതിലെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തായിട്ടുള്ളത്. So given the assumption of classical linear regression model, the ordinary least square estimator process sum of optimal properties given in the Gauss Markov theorem, which of the following is not part of this theorem എന്നുള്ളതാണ്. അപ്പൊ അടിയിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് നമ്മളുടെ ഗോസ് മാർക്കോ തിയറം അല്ലെങ്കിൽ നമ്മളുടെ OLSന്റെ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സോ ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the slope estimator B2 is a linear function of random variable എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളുടെ ലീനിയർ ആയിരിക്കണം എന്നുള്ള എന്താണ്, ലീനിയർ ആയിരിക്കും എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, OLSന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ലീനിയർ എന്നുള്ളത്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പിന്നെ അതുപോലെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് B2 ഈസ് ഈക്വൽ ടു 0 എന്നതാണ് രണ്ടാമതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോ ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഹാസ് ലോവർ വേരിയൻസ് ദാൻ ഓഫ് B2 എന്നുള്ളതും. അതുപോലെ ഓപ്ഷൻ 4 പറയുന്നത് എസ്റ്റിമേറ്റർ B2 ഈസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് B2 എന്നുള്ളതാണ്, പോപ്പുലേഷൻ B2 എന്നുള്ളതാണ് നമ്മളുടെ 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, കാരണം ലീനിയർ ആയിരിക്കണം. അതുപോലെ ഓപ്ഷൻ 3 പറയുന്നത് നമ്മളുടെ ലോവർ വേരിയൻസ് ആയിരിക്കണം അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ 3 പറയുന്നത്. ഓപ്ഷൻ 4 പറയുന്നത് എന്താണ്, അൺബയാസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഈ 3 സാധനങ്ങളും അൺബയാസ്ഡ്, ബ്ലൂ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്നുള്ളതിലെ ലീനിയർ ഉണ്ട്, അൺബയാസ്ഡ് ഉണ്ട്, ബെസ്റ്റും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് B2 is equal to 0 എന്നുള്ളത് നമ്മളുടെ പ്രോപ്പർട്ടീസിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് സ്കീമുകൾ, ഗവൺമെന്റിന്റെ കുറച്ച് സ്കീമുകൾ അതിനൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് ചിലതൊക്കെ അറിയുന്ന ചില സ്കീമുകളാണ്, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്കീമുകളും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് എ അല്ലെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് ആയുഷ്മാൻ സഹകർ സ്കീം, അതുപോലെ സമർത്ഥ് സ്കീം അല്ലെങ്കിൽ സ്കീം ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദി ടെക്സ്റ്റൈൽ സെക്ടർ, അതുപോലെ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം ഓർ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ PM കുസും സ്കീം, അതുപോലെ അവസാനമായിട്ടുള്ള നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളത്. സോ 5 സ്കീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്കീമും ഏതൊക്കെ സമയത്താണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വന്നത് നാഷണൽ പോളിസി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളതാണ്. 2015 ആ ഒരു സ്കീം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന സ്കീമാണ് സമർത്ഥ് സ്കീം ഓർ സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടെക്സ്റ്റൈൽ സെക്ടർ, launched in 2017. then ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം 2018 വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ PM കുസും സ്കീം എന്ന് പറയുന്നത് 2019 വന്നിട്ടുള്ളത്. അതുപോലെ ആയുഷ്മാൻ സഹകർ സ്കീം 2020 വന്നിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ 2 EBCDA എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ALX divided by ALY and A raised to R LX divided by A raised to R LY are the opportunity cost of producing X in terms of Y in a countries A and B, and PX divided by PY is the international price ratio for X to Y. Both the countries will go for complete specialization when അഥവാ ഒരു രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഇന്റർനാഷണൽ പ്രൈസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് തന്നിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ, അഥവാ ഒരു രാജ്യം ഒരു പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും, മറ്റു രാജ്യം മറ്റൊരു പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടും ഇന്റർനാഷണൽ ട്രേഡ്, അവസാനം രണ്ട് കൺട്രീസും ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഏത് ഇതിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ ഇന്റർനാഷണൽ പ്രൈസും ഏതൊക്കെ തരത്തിൽ റിലേറ്റഡ് ആവുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ട്രേഡ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പ്രൈസ് റേഷ്യോ ഷുഡ് ഫാൾ ബിറ്റ്വീൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റേഷ്യോ ഓഫ് ബോത്ത് കൺട്രീസ്. നമ്മളുടെ പ്രൈസ് റേഷ്യോ എന്ത് ചെയ്യണം, രണ്ട് കൺട്രിയുടെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇന്റർനാഷണൽ ട്രേഡ് നടക്കുക. ദിസ് കണ്ടീഷൻ എൻഷുർ ബോത്ത് കൺട്രീസ് ക്യാൻ ഗെയിൻ ഫ്രം ട്രേഡ് ബൈ സ്പെഷ്യലൈസിംഗ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ദേ ഹാവ് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. അപ്പൊ ഇന്റർനാഷണൽ പ്രൈസ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലാവുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തില് ഇന്റർനാഷണൽ ട്രേഡ് നടക്കുക. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു രണ്ട് മാച്ചിങ് ആയിട്ടുള്ള ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ഇതില് കുറെയൊക്കെ അറിയുന്ന ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഉള്ളത്. മോഡ് ചോദിക്കുന്നുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുപോലെ കോറിലേഷൻ കോഎഫിഷ്യന്റ്, സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് നമ്മുടെ ലിസ്റ്റ് 1ലുള്ള എലമെന്റ്സ്. ലിസ്റ്റ് 2ലുള്ളത് മെഷറിംഗ് ഓഫ് സാമ്പിൾ വേരിയബിലിറ്റി, അതുപോലെ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ലീനിയർ റിലേഷൻ, അതുപോലെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇതില് ഒരു മോഡ് മിക്ക ആളുകൾക്കും ആയിരിക്കാം. മോഡ് എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. മോഡ് മീൻ, മീഡിയൻ, മോഡ് എന്നുള്ളതൊക്കെ എന്താണ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യമേ ഏതൊക്കെ ഓപ്ഷൻസ് ഇനി കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഒറ്റ സാധനം മാത്രം അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഓപ്ഷൻസ് ഇനി കൺസിഡർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. A3 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിനി 1ഉം 3ഉം മാത്രം കൺസിഡർ ചെയ്താൽ മതി. പിന്നെ പോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ അത്തരത്തിലുള്ളതൊക്കെ എന്താണ്, മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ വരും അതില്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ എന്താണ്,
മെഷർ ഓഫ് ഡിസ്പേർഷന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ മെഷറുകളാണ് ക്വാർട്ടൈൽ ഡീവിയേഷനും മറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മെയിൻ ഡീവിയേഷനും ഒക്കെ. പിന്നെ ഉള്ളത് കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ളത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ലീനിയർ റിലേഷൻ, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ലീനിയർ റിലേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെഷറാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ഓഫ് സാമ്പിളിംഗ് വേരിയബിലിറ്റി ആണ് സ്റ്റാൻഡേർഡ് എറർ വഴി കാണിക്കുക. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് എറർ എല്ലാ സമയത്തും എന്താണ്? ഒരു സാമ്പിളിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ സാമ്പിളിന്റെ അകത്തുള്ള വേരിയബിലിറ്റിനെ കുറിച്ചിട്ട് പറയുന്ന മെഷറാണ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളത്. സോ ഇത്തരത്തില് മാച്ചിങ് പൂർണ്ണമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ 3-യിലാണ്. മോഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ മെഷർ ഓഫ് ഡിസ്പേർഷൻ, അതുപോലെ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ലീനിയർ റിലേഷൻ, അതുപോലെ ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് സാമ്പിളിംഗ് വേരിയബിലിറ്റി. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് A3, B4, C2, അതുപോലെ D1 എന്നുള്ളതാണ്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒരു അസേഷനും റീസണും ആയിട്ടാണ് തന്നിട്ടുള്ളത്. അസേഷനിൽ പറയുന്നത് കോസ് തിയറംസ് state that as long as property rights are defined and enforced, bargaining between parties can ensure efficient outcome in the presence of externality എന്നുള്ളതാണ് കോസ് തിയറം പറയുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് the assignment of property right with bargaining among parties can resolve externality problem when the number of parties involved is larger എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻസ് വരുന്നത് രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. അതുപോലെ 6 എന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ 2-ല് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അതുപോലെ 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ 3-ല് പറയുന്നത് എ മാത്രം കറക്റ്റ് ആണ്, 6 ഫോൾസ് ആണ്. അതുപോലെ ഓപ്ഷൻ 4-ല് പറയുന്നത് എ കറക്റ്റ് അല്ല, 6 കറക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒന്ന് മറ്റൊന്നിനെ explain ചെയ്യുന്നില്ല. Coase theorem is a well-established economic concept and it doesn't hinge on the idea that number of parties involved is larger. Coase theorem വർക്ക് ചെയ്യുന്നത് അതിലെ ആളുകളുടെ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുന്നത് കൊണ്ടല്ല. It primarily focus on the importance of well-defined property right and ability to bargain. അഥവാ ഒരു രാജ്യത്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ്സും ആളുകൾക്ക് അത് ആ പ്രോപ്പർട്ടി റൈറ്റ്സ് യൂസ് ചെയ്ത് ബാർഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവും എന്നുള്ളതാണ് കോസ് തിയറം പറയുന്നത്. കോസ് തിയറത്തിൽ ഒരിക്കലും ഇത്ര ആളുകൾ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് വേണം എന്നുള്ള ഒരു കണ്ടീഷൻ കോസ് തിയറത്തിൽ പറയുന്നില്ല. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ 1. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സപ്പോസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഇൻ എ കോളേജ് ഈസ് normal with mean 60 kg and standard deviation is 3 kg. Which of the following areas from the standard normal distribution give the probability of randomly selected students having weight less than 66 kg എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് പറയുന്നത് ഏരിയ ടു ദ ലെഫ്റ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു -2, അതുപോലെ ഓപ്ഷൻ 2 പറയുന്നത് ഏരിയ ടു ദ ലെഫ്റ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു 2, അതുപോലെ ഓപ്ഷൻ 3 ഏരിയ ടു ദ റൈറ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു 2, അതുപോലെ ഓപ്ഷൻ 4 ഏരിയ ടു ദ റൈറ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു -2. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏരിയ ടു ദ ലെഫ്റ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. സോ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. To find probability of a randomly selected student having less than 66 kg, we need to calculate the area to the left of z score of 2. ഇവിടെ z score എങ്ങനെയാണ് അതിനെ z score എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. z score കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് നമ്മളുടെ ഫോർമുല.
സോ ഇവിടുത്തെ എക്സ് നമ്മളുടെ വാല്യൂ ഈ ഒരു കേസിൽ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 66 kg ആണ്. അതുപോലെ നമ്മളുടെ മീന് എന്ന് പറയുന്നത് എന്താണ് 60 kg ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് 3 kg ആണ്. സോ 66 മൈനസ് 60/3 എന്നുള്ളത് എന്താണ് 2 ആണ്. Z സ്കോർ 2 ആണ് വരിക. Now we need to find the area. Now we need to area left of Z is equal to 2 and standard normal distribution using the calculator. So area left of Z is equal to 2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക.